ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ 695 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 ലോക്സഭാ മണ്ഡലങ്ങളിൽ മെയ് 20-നാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. അഞ്ചാം ഘട്ടത്തിൽ ബീഹാറിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളും ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങളും ഒഡീഷയിലെ 5 ലോക്സഭാ സീറ്റുകളും ഉത്തർപ്രദേശിലെ 14 സീറ്റുകളും പശ്ചിമബംഗാളിലെ 7 സീറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ സീറ്റുകളിലുമാണ് തെരഞ്ഞെടുപ്പ്. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് നടക്കുന്നത്. ബീഹാറിലെ 5 സീറ്റുകളിലായി 80 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങളിലായി 50 സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങളിൽ 246 പേർ മത്സരിക്കുന്നു. ഒഡീഷയിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ 40 സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. ഉത്തർപ്രദേശിലെ 14 സീറ്റിൽ 144 പേരാണ് മത്സരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ 7 സീറ്റിൽ 88 സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. ജമ്മു കാശ്മീരിൽ 5-ാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റിൽ 22 പേർ മത്സരിക്കുന്നു. ലഡാക്ക് സീറ്റിൽ 3 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 49 മണ്ഡലങ്ങളിലായി ആകെ സമർപ്പിച്ചത് 1586 നാമനിർദ്ദേശ പത്രികകളാണ്. ജാർഖണ്ഡിലെ ഛത്ര മണ്ഡലത്തിൽ 69 നാമനിർദ്ദേശ പത്രികകളും ഉത്തർപ്രദേശിലെ ലക്നൗ മണ്ഡലത്തിൽ 67 നാമനിർദ്ദേശ പത്രികകളുമാണ് ലഭിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 749 നാമനിർദ്ദേശ പത്രികകളാണ് അവശേഷിച്ചത്. പത്രികകൾ പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ 49 മണ്ഡലങ്ങളിലായി രംഗത്തുള്ളത് 695 സ്ഥാനാർത്ഥികൾ. NDAയും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളാണ് 5-ാം ഘട്ടത്തിലേറെയും. ഒഡീഷയിൽ ബിജു ജനതാദൾ BJP കോൺഗ്രസ് മത്സരമാണ്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇടത് കോൺഗ്രസ് സഖ്യവും പരസ്പരം മത്സരിക്കുമ്പോൾ നേട്ടമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലാണ് BJP. കൈരളി ന്യൂസ്, ദില്ലി.